ഇന്ന് നമ്മുടെ കുതിരക്കെട്ടിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്നാണ് മീനഭരണി. ചിട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ ഒരുപാട് കുതിരയും തേരും ഒക്കെ വരുന്ന ദിവസം ഇന്നാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രഭുടയുടെ മുന്നിൽ കർപ്പൂരമൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ കുതിരയെ വലിക്കാനുള്ള ടൈമൊക്കെ ആയിരിക്കുകയാണ്. അങ്ങനെ പ്രഭുട എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദേ ആ വിൽക്കാൻ പോകുന്നതാണ് പ്രഭുട. അതുകൂടെ വെച്ച് കഴിഞ്ഞ് നമ്മളിവിടെ നമ്മുടെ കുതിരയെ ഇവിടുന്ന് കൊണ്ടുപോകണം. ബാക്കി വർക്കുകളെല്ലാം അമ്പലത്തിനടുത്തെത്തിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ലൈൻ കമ്പിയും മരങ്ങളും ഒക്കെ ഉള്ളത് കാരണം നമ്മൾ അമ്പലത്തിനടുത്തെത്തിയിട്ടാണ് ബാക്കിയെല്ലാം സെറ്റാക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്നാണ് നമ്മുടെ കുതിരയെ വലിച്ചു കൊണ്ട് പോകുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു ഇത് കാണാനായിട്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് രണ്ട് സൈഡിലായിട്ട് നിന്ന് നമ്മളിവിടുന്ന് വലിച്ചുകൊണ്ട് പോകും. ചിട്ടുകുളങ്ങര ക്ഷേത്രത്തിലേക്കൊരു 4-4.5 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ നടക്കുന്നതൊന്നും അറിയത്ത് പോലും ഇല്ല കേട്ടോ. എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ആർപ്പുമൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ റോഡിലെത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മേളവും DJ ഒക്കെ എത്തുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ പൊളി വൈബാണ് കേട്ടോ. ചിട്ടുകുളങ്ങര മീനഭരണി കാണാൻ പൊളി വൈബാണ് കേട്ടോ. ഒരുപാട് തേരും കുതിരയൊക്കെ അമ്പലമുറ്റം നിറയെ ഇങ്ങനെ ഇരിക്കും. നിങ്ങളെ എവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോകുന്നുള്ളൂ. അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ. നമ്മുടെ കുതിരയുടെ ഇത് മേൽക്കൂടാരം കയറ്റാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോയിരിക്കണം. ഞാനും മിനിയും കൂടെ ഐസ് തിന്നാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കണം. അവളിതേ ഐസ് തിന്നുന്ന കണ്ടോ. ഇന്ന് ഞങ്ങൾക്ക് മഞ്ഞ കളറ് കമ്പൈസാണ് കിട്ടിയത്. കമ്പൈസ് കഴിക്കണമെങ്കിൽ നേരത്തെ എത്തേണ്ടതുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് കുറേ കുതിരയും തേരും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളിങ്ങനെ നടന്ന് കാണുകയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ മീനഭരണിക്ക് ഭയങ്കര തിരക്കാണ് അമ്പലത്തിൽ. എല്ലാ ആൾക്കാരും അവിടെ തന്നെ ഇരിക്കും. ആ എതിരേൽപ്പ് രാവിലെയാണ്. ആ ടൈം വരെ അവർ കൊണ്ടുവന്ന തേരും കുതിരയൊക്കെ ആയിട്ട് എല്ലാവരും അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അമ്പലമുറ്റമൊക്കെ കുതിരയും തേരും ഒക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങളുടേത് കളിക്കണ്ടത്തിലായിരിക്കും മിക്കവാറും വെക്കുന്നത്. അപ്പം നമ്മുടെ കുതിരയുടെ മേൽക്കൂടാരം കയറ്റാൻ വേണ്ടി കുട്ടികൾ പോയിരിക്കുന്നത് കാരണം ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ വന്ന് ഇതൊക്കെ ഈ വൈബൊക്കെ ഇന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതേ മുറ്റത്തൊക്കെ കണ്ടു. ഇഷ്ടംപോലെ ഈ പ്രാവശ്യത്തെ ട്രെൻഡിങ് ഐറ്റംസ് ആയിരുന്നു ഈ കുട കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ എല്ലാം നടന്ന് കാണുകയാണ്. ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ കണ്ണ് നിറയും നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്ക്. കണ്ണും മനസ്സുമൊക്കെ നിറയുമെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയാണ് കണ്ടോ. അമ്പലം മുറ്റം നിറയെയായി. ഇനി ഒരുപാട് വരാനുണ്ട്. അപ്പോൾ പിന്നെ ഈ പ്രാവശ്യത്തെ ട്രെൻഡിങ് ആയിരുന്നത് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. അവർ നമ്മുടെ എല്ലാ കരയുടെയും കുതിരകളെ അതിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കിക്കൊണ്ട് വച്ചിരിക്കുകയാണ്. എല്ലാം ഉണ്ട് കേട്ടോ. ഇത് കാണാൻ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞാനും മിനിയും കൂടെ ഇതെല്ലാം നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനിതെല്ലാം വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുതിരയും എത്താൻ സമയമായിരിക്കുകയാണെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ നിങ്ങളെ കാണിക്കാം. വരുന്ന കണ്ടോ. എന്താ ചന്തമില്ലേ. രാത്രിയുടെ ആ ഒരു പ്രൊഫൈൽ ഇങ്ങനെ വരുന്ന കണ്ടോ. ലൈറ്റും ഒക്കെ ആയിട്ട് നമ്മുടെ കുതിര പിള്ളേരെല്ലാം സെറ്റാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഗൈസ്. ഇനി ഒരു വർഷം ഞങ്ങൾ കാത്തിരിക്കണം ഈ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കുതിരയുടെ ഒരു പിക്കും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. നോക്കിക്കേ.